ഹലോ ഗൈസ്, നോമ്പ് തുറയ്ക്കുള്ള എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒരു 5:45 6 മണിയൊക്കെ ആകുമ്പോൾ വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് വന്ന് നിൽക്കും. എന്തിനെന്നറിയോ? പള്ളിയിലെ ബാങ്ക് വിളി കേൾക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം എൻ്റെ ഈ ചെടികളുടെയൊക്കെ അടുത്ത് വന്ന് നിൽക്കും. അവയോട് ഇങ്ങനെ തഴുകിയും തലോടിയും നോക്ക്. എൻ്റെ കുടമുല്ലയാണ്, മൊട്ടിട്ടു. ഇത്തവണ നിറയെ മൊട്ടിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി ഒത്തിരി ശിഖരങ്ങൾ ഉണ്ട്. ഞാനത് വളമൊക്കെ ഇട്ടാൻ ശ്രദ്ധിച്ചു. ഏറ്റവും നല്ല നമ്മുടെ ഈ പഴങ്കഞ്ഞി വെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം എടുത്ത് കളയാതെ വെച്ചിരുന്നിട്ട് പുളിപ്പിച്ച് അത് ഒഴിച്ചാൽ നല്ലതായിട്ട് നല്ല ഇതാണ് അതിന് ഞാൻ തേയിലക്കൊത്ത്, മുട്ടയൊക്കെ ഈ മിക്സിയിൽ അടിച്ചിട്ട് അത് പൊടിച്ചതിൻ്റെ മൂട്ടിലിടും. അതുകൊണ്ട് ഇത്തവണ എനിക്ക് ഒത്തിരി പൂ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം എനിക്ക് കുടമുല്ല ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുനാൾ മുതലേ, ഓർമ്മ വെച്ച നാൾ മുതലേ കുടമുല്ല ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കല്യാണ പെണ്ണുങ്ങൾ ചൂടുന്ന പോലെയാണ് ഞാൻ എവിടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും കോളേജിലും ഒക്കെ ആയാലും വെച്ചുകൊണ്ടിരുന്നത്. വീട്ടിൽ ചിലപ്പോൾ വഴക്കുറ, ഇത് എന്തുവാ പുതുപ്പെണ്ണ് പോകുന്നില്ല. അപ്പോൾ എന്തറിയാമോ, വീട്ടുകാർ കാണാതെ അങ്ങ് വഴിയിൽ അവിടെ ചെന്നിട്ട് ഈ കെട്ടിവെച്ച മുല്ലപ്പൂവ് തലയിൽ ചൂടിക്കൊണ്ട് പോകും. അത് ഭയങ്കര ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. കണ്ടോ മൊട്ട് കണ്ടോ. കുടമുല്ലപ്പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ളപ്പുടവ, കുളിക്കാൻ പനിനീർ ചോല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല, കൂന്തൽ മീനുക്കാൻ ഞാറ്റുവേല. കോറുമൊഴി മുല്ലപ്പൂവേ എന്നാത്മാവിലാകെ വനജസ്ന പോലെ മണിമുകിൽ പക്ഷി പാടും, മയൂരങ്ങളാടും മദാലസയാമം തളീർത്തല്ലോ. അപ്പം നോക്കൂ, അപ്പം മുല്ല മൊട്ടായി. എല്ലാത്തിലും മൊട്ട് വന്നു ഡിയേഴ്സ്. നോമ്പായതുകൊണ്ട് നാക്കൊന്നും തിരിയുന്നില്ല. നോക്കൂ, കണ്ടോ, മൊട്ടായി. പൂവാകുമ്പോൾ ഞാൻ വീണ്ടും ഇതുപോലെ വീഡിയോ ഒക്കെ ആയിട്ട് വരാം കേട്ടോ. ബാങ്ക് വിളിക്കാൻ ഇനിയും സമയമുണ്ട്. എല്ലാം ഒരുക്കി വെച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. നോമ്പ് തുറയ്ക്ക് വേണ്ടുന്ന എല്ലാം. അങ്ങനെ വലിയ വിഭവമൊന്നുമില്ല, കുഞ്ഞു വിഭവങ്ങൾ. പിന്നെന്താ പറയുക, റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറബി പെൺകൊടിയം പൂമ്പൊടി, ആരു നീ റംസാനിലെ ചന്ദ്രികയോ. അപ്പോൾ വീണ്ടും കുഞ്ഞു ദൃശ്യങ്ങളുമായി. ഇതെൻ്റെ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പിലയ്ക്കൊക്കെ ഞാൻ ഈ കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ല, ഞാനതൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടു ഓരോരുത്തരുടെ അനുഭവങ്ങളിലൂടെ. പക്ഷെ അത് ഞാനും പരീക്ഷിച്ച് നോക്കിയപ്പോൾ ശരിയാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. മറ്റത് ഇങ്ങനെയൊന്നും ഇല്ല. ഇപ്പം കണ്ടോ എൻ്റെ കറിവേപ്പില കണ്ടോ, ഇതേ ആകാശത്തൂടെ പരന്ന് പറന്ന് പോകുന്ന കണ്ടോ. കണ്ടോ ഒരു കുട്ടായോ കിളികൾ. ഇതെൻ്റെ കറിവേപ്പിലയാണ്. കണ്ടോ എൻ കറിവേപ്പില. അപ്പോൾ എന്താ പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സായം സന്ധ്യ നേരുന്നു കേട്ടോ. വീണ്ടും കാണാം നമുക്ക്.